Tread softly, for we are treading on the dreams of a sensitive society of outcasts here in Thiruvananthapuram. But if you are searching where else you can find this level of happiness among the disabled, your search will be long and hard. Right from the beginning of a recorded history, different castes, religions, and races in different climes have treated the differently abled differently. The story of this complex struggle of the disabled begins in Greece, the cradle of all civilizations. Now a bit of statistics. The website of the Department of Social Justice, Kerala, lists 33 government centers for the protection of marginalized citizens, aged, physically disabled, or mentally challenged, all across the state. This includes vocational training centers for the differently able, 387 NGOs contribute their valuable might in this effort. In Thiruvananthapuram district alone, there are 12 centers, including some run by NGOs. As per the 2015 census, there are 130,798 differently able below the age of 19 in our state. 21,533 among them are intellectually challenged, and 8,697 of them have speech and language disability. 6,838 have learning disability. S.H. Panchabakesan, former State Commissioner for Persons with Disabilities and former District Judge, talks about the legal aspects. ഭിന്നശേഷി എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെയോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയോ അതിനു മുന്നിലെ നൂറ്റാണ്ടിൻ്റെയോ ഒന്നും സംഭാവനയായിട്ട് വന്ന പുതിയൊരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ലാസിക്ക്, ഇപ്പം രാമായണം, മഹാഭാരതം, ഇതൊക്കെ വേൾഡ് ക്ലാസിക്കിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിത് എണ്ണപ്പെടുന്നത്. മഹാഭാരതം നമ്മൾ നോക്കിയാൽ മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടും തൂണെന്ന് പറയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ധൃതരാഷ്ട്രമാണ്. അദ്ദേഹം ഭിന്നശേഷിക്കാരനായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ബ്ലൈൻഡായിരുന്നു. നമ്മുടെ ഭരണഘടന നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഡയറക്റ്റ് പ്രൊവിഷൻ ഇല്ലാണ്ട് പോയി. ശാരീരികമായും മാനസികമായും ദൗർബല്യമുള്ള ഒരു ജനവിഭാഗവും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരുടെ അവകാശത്തിന് സംരക്ഷിക്കുന്നതിനായി അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നിയമം ഉണ്ടാകുന്നത് 95-ലാണ്. 96-ൽ പ്രാബല്യത്തിൽ വന്ന നിയമം, അങ്ങനൊരു നിയമം ഉണ്ടായെന്ന് തന്നെ ആരും ശ്രദ്ധിച്ചതുകൂടിയില്ല. അതിൻ്റെ ആനുകൂല്യം ഒരാളിനും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് 2013 അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, പിന്നീട് കേരളത്തിൻ്റെ ഗവർണറായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി സദാശിവം, അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയിൽ. അദ്ദേഹം നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന ഒരു സംഘടന കൊടുത്ത ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസിനകത്ത് ഈ ആക്ട്, അതായത് 95-ലെ ഭിന്നശേഷി അവകാശ നിയമം കർശനമായിട്ട് നടപ്പാക്കണം, അതായത് അതൊരു ജോലി സംവരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള കേസായിരുന്നു, നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധിന്യായം ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചു. ഇതിനിടയിൽ തന്നെ ആ നിയമം തന്നെ റദ്ദാക്കപ്പെട്ടു. നല്ല ഉദ്ദേശത്തിലാണ് നിയമം റദ്ദായി. 2016-ലെ ഇന്ന് നിലവിലുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന RPWD ആക്ട് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന
നിയമം പ്രാബല്യത്തിൽ വന്നു. അത് 102 വകുപ്പുകളുള്ള ഒരു സമഗ്ര നിയമമാണുള്ളത്. അത് അവകാശ അധിഷ്ഠിതമായ നിയമമാണ്. അതിൽ 3-ാം വകുപ്പ് മുതൽ 48-ാം വകുപ്പ് വരെയും പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി വ്യക്തികളുടെ അവകാശമാണ്. ആ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനങ്ങളോ അവകാശത്തിനെതിരായി പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ പിഴയിടാം എന്നും അതിനകത്ത് നിയമവ്യവസ്ഥയുണ്ട്. ഈ നിയമത്തിൽ തന്നെ 37-ാം വകുപ്പിനകത്ത്, അതായത് RPW ആക്ടിനകത്ത് 37-ാം വകുപ്പിനകത്ത് ഭവന പദ്ധതികളിൽ പ്രത്യേക പരിരക്ഷ, അതായത് 5% സംവരണം വേണം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച ഒരു അപേക്ഷ അല്ലെങ്കിൽ ഹർജി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനിൽ വന്നപ്പോൾ ഈ 37-ാം വകുപ്പിനെ ആശ്രയിച്ചുകൊണ്ട് ഞാനൊരു ഉത്തരവ് എഴുതി ശുപാർശയിൽ ഗവൺമെൻറ്റിൽ കൊടുത്തു. അതിൽ പറഞ്ഞ എങ്ങനെയാണ്, ഭിന്നശേഷിക്കാർക്ക് ഭവന പദ്ധതി ഈ കാര്യത്തിൽ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികളിൽ വീട് അനുവദിക്കുമ്പോൾ 5% സംവരണം കൊടുക്കണം എന്നെഴുതി. അത് ഗവൺമെൻറ് പരിശോധിക്കുകയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിനകത്ത് എങ്ങനെ നിൽക്കുന്നത്, അത് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. MBBS ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് ഭിന്നശേഷിക്കാർക്ക് 5% സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്, സംസ്ഥാനത്ത് നിലവിലുണ്ട്. ഭിന്നശേഷി നിയമത്തിനകത്ത് ഡോർഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. 4 അടിയും 10 ഇഞ്ചും അത്രയും അതിന് താഴെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഹ്രസ്വകായത്വം അല്ലെങ്കിൽ ഡോർഫ് എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മത്തെ വിട്ട് ഒരു കാര്യവും നമുക്കില്ല. എല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിലും ഇക്വിറ്റി പ്രിൻസിപ്പിളിലാണ് അത് നിൽക്കുന്നത്. ഒരാളിന് എന്താണോ ആവശ്യം അത് കിട്ടുമ്പോഴാണ് നമ്മുടെ ഇത് വിഭാവനം ചെയ്യുന്ന തുല്യതയിലെത്തുന്ന. അങ്ങനെയാണ് അല്ലേ? ഓരോ ഭിന്നശേഷി വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും വിഭിന്നനാണ്. അപ്പോൾ ഓരോ ആളിനും കുറവ് വരുന്ന കാര്യം കൊടുക്കുന്നിടത്താണ് നീതി കിട്ടുന്നത്. അതാണ് അതിൻ്റെ നീതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തുല്യത പ്ലസ് ധർമ്മം ആണ് ഇക്വിറ്റി എന്ന് അർഹതപ്പെട്ടത് നമ്മൾ ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല. അത് കിട്ടാതെ വരുമ്പോൾ പരിഹാരങ്ങൾക്ക് വേണ്ടി അവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിലേക്ക് ഹർജി തരാം. അത് പരിശോധിക്കും, സത്വര നടപടിയെടുക്കും. ഒരിക്കലും അവിടെ വരേണ്ട ആവശ്യവുമില്ല. ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ അയക്കാം. അപേക്ഷയോ ഹർജിയോ എന്താണോ ആക്കുന്നത് നിങ്ങളങ്ങനെ പറഞ്ഞോളൂ, അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ അയക്കുക. അത് ഓൺലൈനായിട്ട് തന്നെയാണ് ഹിയറിംഗ് നടക്കുന്നത്. ആരും ഒരു പൈസ പോലും മുടക്കി അവിടെ വരേണ്ട ആവശ്യമില്ല. Now listen to the words of wisdom of Sri S.M. Vijayananda AS, former Chief Secretary Kerala. കേരളത്തിൽ ജനകീയ ആസൂത്രണ ഭാഗമായിട്ട് 2001 മുതൽ പ്രത്യേകം ഫണ്ട് കുട്ടികൾക്ക്, പ്രായം ചെന്നവർക്ക്, ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. അത് ആദ്യം 5% അത് 2012 മുതൽ 10%. ഇത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അലൊക്കേഷന് പുറമെയാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലാൻ നോക്കിയാൽ ഏകദേശം 10%, 700 കോടി വരും. അത് ഈ 3 വിഭാഗങ്ങൾക്കും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വഴി മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യണം. ആ വിഭാഗങ്ങളുടെ സ്റ്റാറ്റസ്, ഡിസബിലിറ്റിയുടെ സ്റ്റാറ്റസ് എന്താണ്, അത് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന. ഇതിൻ്റെ ഭാഗമായിട്ട് 2 ഇനിഷ്യേറ്റീവ്സ് എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, 2002-03 തിരുവനന്തപുരത്ത് വെങ്ങാനൂർ പഞ്ചായത്തിൽ അന്ന് അവിടെ ഇരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ റൂഫസ് ഡാനിയലിൻ്റെ പേഴ്സണൽ ഇനിഷ്യേറ്റീവിൽ കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി ഒരു സർവേ നടത്തിയപ്പോൾ അവർ തന്നെ ഞെട്ടി, പേഴ്സൺസ് വിത്ത് മെൻ്റൽ ഡിസബിലിറ്റീസ് അവിടെ ഇത്ര കുട്ടികളുണ്ടല്ലോ എന്നുള്ളത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അതിശയമായിരുന്നു. അങ്ങനെയാണ് ബഡ് സ്കൂൾ തുടങ്ങിയത്. ഇന്ന് അത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി. ഒരുപാട് ബഡ് സ്കൂൾ ഇന്ന് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവാണ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയൊക്കെ വഴി അതൊരു ഇൻ്റർനാഷണൽ സക്സസ്സാണ്. പാലിയേറ്റീവ് കെയർ, അങ്ങനെയുള്ള സാന്ത്വന പരിചരണം, അത് വളരെ നല്ല, കേരളത്തിനൊരു 10, 12, 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവരാദ്യം പേഷ്യൻറ്റിനെ കണ്ടെത്തും, വീട്ടിൽ പോവും, അവർക്ക് വേണ്ടത് കണ്ടുപിടിക്കും. പിന്നെ കമ്മ്യൂണിറ്റിയും പഞ്ചായത്തും കുടുംബശ്രീയും എല്ലാവരും നെയ്ബർഹുഡ് നെറ്റ്വർക്ക് എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല മാതൃകയാണ്. ഇത് ഏകദേശം
കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും. വളരെ നന്നായിട്ട് നടക്കുന്നത് മലബാർ പ്രദേശത്താണ്. പക്ഷേ എന്നാലും എല്ലാ സ്ഥലത്തിലും, ഇപ്പോൾ തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളിലും അതിന് ഒരു ഇറ്റ്സ് വെൽ റൂട്ടഡ് ആണ്. അപ്പം നമുക്ക് ഒരർത്ഥത്തിൽ ഫണ്ട് അതിൽ വച്ചിട്ടുണ്ട്, വേറൊരു അർത്ഥത്തിൽ പാലിയേറ്റീവ് കെയറുടെ അനുഭവമുണ്ട്, ബഡ് സ്കൂളുടെ അനുഭവമുണ്ട്. ഇപ്പോൾ ആ ഒരു തരുണത്തിലാണ് പുതിയ ആക്ട് വരുന്നത് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. അതൊരു റൈറ്റ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ അവിടെ ജനങ്ങൾ തന്നെ പരിശോധിക്കണമെന്നും ആക്ടിൽ പറയുന്നുണ്ട്. അതിനെ വിപുലീകരിച്ചിട്ടുണ്ട്, ബ്രോഡൻ ചെയ്തിട്ടുണ്ട് ഡിസബിലിറ്റി. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഈ സാഹചര്യം, അത് ഒരു സംസ്ഥാനത്തിലില്ലാത്തൊരു സാഹചര്യമാണ്. ഇത് ഒന്നിച്ച് കൊണ്ടുവന്ന് പാലിയേറ്റീവ് കെയറുടെ അനുഭവം വച്ചിട്ട്, പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, 2015 കേരളത്തിലുള്ള 100% ഡിസബിലിറ്റി സർവേ നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഡേറ്റ ഉണ്ട്. അഫ്കോഴ്സ് പ്രൈവസി ഉള്ളതുകൊണ്ട് പബ്ലിക് ആക്കാനൊക്കില്ല. ആ ഡേറ്റ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഉണ്ട്. അപ്പോൾ ആ സ്ഥിതിവിവര കണക്കുകളും വച്ചിട്ട് നമ്മുടെ ഈ അയൽക്കൂട്ട സമ്പ്രദായം, പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സ്, ഇവരെല്ലാവരും കൂടെ കൂട്ടായിട്ട് പോയിട്ട് വീട്ടിൽ പോയി കണ്ട് എന്താണ് ഡിസബിലിറ്റി. പിന്നെ നമുക്കിതിൽ ടെക്നിക്കൽ പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് വേണം. അതിന്ന് ദേശീയ തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. ഈ ഒരു ഇതിനു വേണ്ടി എല്ലാവരും തരാൻ തയ്യാറാണ്, അന്തർദേശീയമായിട്ട് പോലും തരാൻ തയ്യാറാണ്. അങ്ങനെ വച്ചിട്ട് ഒരു കുട്ടിക്ക് വേണ്ട പ്ലാൻ, അത് ഒരു കമ്മ്യൂണിറ്റിയിൽ കുറേ കുട്ടികളുടെ എണ്ണം കൂടുമ്പം അവർക്ക് വേണ്ട പ്ലാൻ ആയിട്ട് രൂപീകരിച്ചിട്ട് ബഡ് സ്കൂളിൻ്റെ അനുഭവം ഒന്ന് പരിശോധിച്ച് അതിൻ്റെ പോരായ്മകൾ എന്താണ്, അതിൻ്റെ സക്സസ് എന്താണ്. അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഓണർഷിപ്പാണ്, ജനങ്ങളുടെ പങ്കാളിത്തമാണ്, സമൂഹത്തിൻ്റെ പങ്കാളിത്തമാണ്. പാലിയേറ്റീവ് കെയറുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ ആവശ്യമുള്ള നീഡാണ് കൊടുക്കുന്നത്. അതിന് ഡൊണേഷൻസ്, ബഡ് സ്കൂളൊന്നും വലിയ ഡൊണേഷൻസ് വരാറില്ല. ഈ പാലിയേറ്റീവ് കെയറിൻ്റെ കമ്മ്യൂണിറ്റിയാണ് പലതും ഭക്ഷണം കൊടുക്കുന്നത്, എയ്ഡ്സ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും മൊബിലൈസ്ഡാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ മാതൃകയിൽ ബഡ് സ്കൂളിൻ്റെ ചില ലെസൺസും ഉൾക്കൊള്ളിച്ച് കേരളത്തിൽ നല്ലൊരു പ്രോഗ്രാമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരുടെയും കുടുംബശ്രീയും എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വെച്ച് എനിക്കൊന്ന് ഒരു ഇൻ്റർനാഷണൽ മോഡലായിട്ട് നമുക്ക് കെയർ ഓഫ് ഡിസബിലിറ്റി വിത്ത് ഫോക്കസ് ഓൺ മെൻ്റൽ ഡിസബിലിറ്റി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. Father George Joshua, Orphanage Control Board member and member of Mental Health Authority, shares his invaluable experience in this field, how to care for the disabled. എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വിഭിന്നശേഷിയുള്ള, പ്രത്യേകിച്ച് മാനസിക തലത്തിൽ വിഭിന്നശേഷിക്കാരായ ആളുകളുടെ, അവരാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കപ്പെടേണ്ട ആളുകൾ. എന്നാൽ ഏറ്റവും പിന്നാക്കാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട ഒരു വിഭാഗവുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ വോയിസ് ഇല്ലാത്ത ആളുകളാണ്. മാനസിക രോഗികളും മാനസിക വൈകല്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ആളുകളും, ഇവർ ഇൻ്റലക്ച്വൽ പ്രോബ്ലം ഉള്ളവർ, ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കേണ്ട വ്യക്തികളാണ്. ഈ കൂട്ടത്തിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ വിഭിന്നശേഷിക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ള ഹോമുകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ പാങ്ങപ്പാറയിലൊരു ഹോമാണ് നമുക്കുള്ളത്. മറ്റ് സർക്കാരിൻ്റെ ഭാഗത്ത് പിന്നെ എല്ലാം NGO സെക്ടറിലാണ്. അപ്പോൾ അവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം കൂടെയുണ്ട്. ഇവരുടെ ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കെയർ ആവശ്യമുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ധാരാളം RPW ആക്ട് 2016 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റൂളുകളും ഇതിൻ്റെയൊക്കെ റെഗുലേഷൻസും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക, ഇത് കേരളത്തോളമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇരട്ടിയോളമോ ഒക്കെ ഉള്ള ഒരു രാജ്യത്തിൽ 5 ലക്ഷമോ 6 ലക്ഷമോ ആളുകളുള്ള രാജ്യത്തിൽ നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ്, സർക്കാരിന് നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പറഞ്ഞത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിന് അത് സാധ്യമാകുന്ന തലമല്ലാത്തത് കൊണ്ടാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സർക്കാരിന് സഹായം ചെയ്യുന്ന ഒരു വേദികളാണ്. ഇവിടെ ഏതാണ്ട് 1800-ലധികം കെയർ ഹോമുകളുണ്ട്. 1 ലക്ഷത്തോളം ആളുകൾ, കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ സർക്കാർ നേരിട്ട് ഇതിൽ കൊടുക്കുന്നൊരു സാമ്പത്തിക പറഞ്ഞാൽ ശരാശരി
485 രൂപ 65 പൈസയാണ് ഒരു മാസം ഒരാൾക്ക് വേണ്ടി ചിലവാക്കാൻ സർക്കാർ, അത് ഗ്രാൻഡ് ആയാലും ഓർഫനേജ് കൺട്രോൾ ബോർഡിലെ മെമ്പർമാരുടെ ഓണററിയുമായാലും അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 485 രൂപ 65 പൈസയാണ് ഒരു മാസം സർക്കാർ ഒരാൾക്ക് വേണ്ടി കെയർ ഹോമിൽ ചിലവാക്കുന്നത്. നോക്കണം, അമേരിക്കയിൽ 18,000 ഡോളർ ചിലവാകും, യൂറോപ്പിൽ 15,000 യൂറോ ചിലവാകും. അവിടെയാണ് നമുക്ക് ഈ ചെറിയ തുക മാത്രമേ സർക്കാരിന് ചിലവാക്കാനുള്ളൂ. ഇവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷനിൽ ഇവരെ പ്രത്യേക കെയർ കൊടുത്ത് തന്നെ അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുക്കണം. അത് ബിഹേവിയറലായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള എല്ലാം വീണ്ടും ആവർത്തിച്ച് വരെ പഠിപ്പിക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾ പഠിപ്പിക്കണം. തീർച്ചയായും മെൻ്റലി ചലഞ്ചഡ് ആൻഡ് മെൻ്റലി ഇൽ ഈ സെക്ടറിനെ പ്രത്യേകം ശ്രദ്ധ സർക്കാർ കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു വെൽഫെയർ കൺട്രി, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. Sri Vijay Raghavan G, founder CEO of Technopark Trivandrum and Director, Center for Autism and Other Disabilities Rehabilitation Research and Education, has some solid observations to make. കേരളത്തിലെ പല വീടുകളിലും ചില അമ്മമാർക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം. അങ്ങനെ ഒരമ്മയ്ക്കും പ്രാർത്ഥനയില്ലാത്ത, ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇല്ലാത്തൊരു കേരളം എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെർബൽ പോളിസി എന്നൊക്കെയുള്ള ആ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്കാർക്കും ഒരു സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഒരു വീട്, ആ വീട്ടിലൊരു 5-6 മക്കൾ, അതിൽ ആരെങ്കിലും ഒരാൾ ആ വീട്ടിൽ തുടരും, മറ്റ് മക്കൾ പലയിടത്ത് പോയി ജോലി ചെയ്യും. വീട്ടിൽ തുടരുന്ന ആളാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ, ഇങ്ങനെയുള്ള സഹോദരങ്ങളുടെ കാര്യം അവർ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ചില കുടുംബങ്ങളിൽ 1 കുട്ടി, ചിലതിൽ 2 കുട്ടികൾ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരാൾ അയാളുടെ ജീവിതം മുഴുവൻ മാറ്റി വെച്ച് ഈ കുട്ടിയുടെ കാര്യം നോക്കാൻ പലപ്പോഴും ഒരു സഹോദരന് സാധിക്കില്ല. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള പല കുട്ടികളുടെയും രക്ഷകർത്താക്കൾ ആദ്യത്തെ കുട്ടിക്ക് ഈ ഡിസബിലിറ്റി വരുമ്പോൾ അവർ ഇനി അടുത്തൊരു കുട്ടി വേണ്ടാന്നുള്ള തീരുമാനം എടുക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യവും ഇതേപോലെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. NGOs, അതായത് രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ള ആ സ്ഥാപനങ്ങൾ തുടങ്ങാം. ഇങ്ങനത്തെ യങ് അഡൾട്ട്സ് അല്ലെങ്കിൽ അഡൾട്ട്സ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനങ്ങൾ തുടങ്ങാം. പക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് ഞങ്ങൾ 9 മോഡൽസ് ഓഫ് അസിസ്റ്റഡ് ലിവിങ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതായത് ഡിസബിലിറ്റീസ് ഉള്ള 25-26 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് അസിസ്റ്റഡ് ലിവിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനൊരു 9 മോഡൽ നമ്മൾ സൃഷ്ടിച്ചു. ഇന്ത്യയിൽ പലയിടത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഈ ഏരിയയിലുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ടാണ് ആ മോഡൽ സൃഷ്ടിച്ചത്. അതിൽ ചെറിയ മോഡൽസ് ഉണ്ട്, 8-9 പേരുള്ളത്, അങ്ങനെയുള്ളവരെ നോക്കാനുള്ളത്, അല്ലെങ്കിൽ 50-60 പേരുള്ള ഒരൊറ്റ യൂണിറ്റ് എന്നുള്ള രീതിയിലുള്ള മോഡൽസും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞിരുന്നു. ആ മോഡൽ ഉദ്ദേശിച്ചത് ഗവൺമെൻറ് അംഗീകാരവും ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി NGOs ഈ സ്ഥാപനങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ഇന്ന് ഉള്ള ഒരു മോഡൽ നമ്മൾ കാണുന്നത്, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങൾ അവർ കുറേ പേര് കൂടെ ഒരുമിച്ച് ചേർന്ന് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും വാങ്ങി അവിടെ ആ കുടുംബങ്ങളും കൂടെ അവിടെ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ആ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഇന്ന് നമുക്ക് കേരളത്തിൽ 1-2 സ്ഥലത്തുള്ളത്. ആ മോഡൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വലിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിനൊരു ക്ലിയറായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇന്ന് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. Now listen to Shobha Tharur Srinivasan, former Director of Development and Disability Justice Organization USA.
though you may know me as an award-winning published author of children's books and as a national award winner for voiceover narration, I was invited to share a few words for this video documentary on intellectual disabilities because of my past career. I spent almost 2 decades as a director of development for a disability justice organization that had a mission to create fully inclusive communities. In California, USA, where I worked, state and federal law mandated that every person, without regard for the person's sex, race, religion, color, disability, medical condition, marital status, sexual orientation, primary language, or immigration status, is entitled to equal access to services provided in all business establishments and public agencies. This also meant that no person on the basis of mental, developmental, intellectual or physical disability may be unlawfully denied full and equal access to state-funded programs. In other words, all state or federally funded organizations were forbidden from discrimination. This is a noteworthy mandate, and it is my opinion that within the Indian context, such provisions can and should be made for all citizens. It is imperative that persons with disabilities have the same choices as people who do not have disabilities. And one of this is the choice to live independently with or without supports in the community. There are a few different ways that independence can happen. One is advocacy. Speak up for yourself regarding the things that matter most to you and that affect your independence. If you feel you're being discriminated against, learn to speak up. Peer support. Find and provide support and meet others with disabilities who understand. Instead of feeling isolated in the day-to-day, find a community and look for opportunities to meet like-minded people. 3. Build independent living skills or any activity of daily living. These are ways in which to increase your independence. Examples of skills building include time management, basic computer skills, internet safety, resume writing, interviewing skills, use of public transit systems, budgeting and bill pay, completing and understanding paperwork, and so much more. Cooking, perhaps. And then finally, look for ways to transition into the community. It is imperative that all people with disabilities have a choice. Make it happen. Shiny Mole, Thiruvananthapuram District Social Justice Officer, introduces us into the activities in district and state. കഴിഞ്ഞ 25 വർഷമായിട്ട് റീഹാബിലിറ്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. 2015 സംസ്ഥാനത്ത് പ്രസിദ്ധീകരിച്ച ഭിന്നശേഷിക്കാരുടെ സർവേ പ്രകാരം 21 തരം ഭിന്നശേഷിത്വമുള്ളവർ നമ്മുടെ സംസ്ഥാനത്തെ സർവേ പ്രകാരം 7,94,834 പേരാണ്. അപ്പം ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം 2016 അനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ അവകാശ അധിഷ്ഠിതമായ ഒരു നയമാണ് സാമൂഹ്യനീതി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷനാണ്. നിരവധി അപേക്ഷയാണ് സാമൂഹ്യനീതി വകുപ്പിന് ദിനംപ്രതി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, ഒറ്റപ്പെട്ടു താമസിക്കുന്ന അമ്മമാർ എന്നിവരുടെ മക്കൾക്ക് ഒരു കരുതലും കൈത്താങ്ങലും നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് പുനരധിവാസ വില്ലേജുകൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചഡ് എന്ന സ്ഥാപനത്തിൽ സ്പെഷ്യൽ വിദ്യാർത്ഥികളുടെ, അതായത് 5 മുതൽ 18 വയസ്സ് വരെ വരുന്ന വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ സ്കൂള്, തുടർന്ന് തൊഴിൽ പരിശീലന കേന്ദ്രം, പിന്നെ അതുപോലെ തന്നെ ഈ മേഖലയിൽ അധ്യാപകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷനിലും വൊക്കേഷണൽ ട്രെയിനിങ്ങിനുമുള്ള കോഴ്സുകൾ, ദ്വിവത്സര സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമയും പിന്നെ അതുപോലെ തന്നെ DVR വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, തൊഴിൽ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ 2 കോഴ്സുകളും അവിടെ നടപ്പിലാക്കി വരുന്നുണ്ട്.
അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖല സ്വയംഭരണ സ്ഥാപനമാണ് ഐക്കോൺസ്. അവിടെയും വിവിധ തെറാപ്പികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാതൃകാ സ്ഥാപനങ്ങളാണ് നിഷും നിപ്മറും. നിപ്മർ എന്ന സ്ഥാപനത്തിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ തെറാപ്പികളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് നിപ്മർ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഹോം ഫോർ മെൻ്റലി ഡെഫിഷ്യൻ്റ് ചിൽഡ്രൻ എന്നായിരുന്നു സ്ഥാപനത്തിൻ്റെ പഴയ പേര്. ഇപ്പോഴത് പുണ്യഭവൻ എന്ന രീതിയിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ 18 വയസ്സിന് മുകളിലുള്ള മുതിർന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാ ഭവൻ. അത് മലപ്പുറത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യാശാ ഭവൻ എന്ന ഒരു സ്ഥാപനവും കൂടി സാമൂഹ്യനീതി വകുപ്പിനുണ്ട്. മുതിർന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് പ്രത്യാശാ ഭവൻ. സാമൂഹ്യനീതി വകുപ്പ് ഗ്രാൻറ്റ് നൽകുന്ന അതിജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാൻറ്റ് നൽകുന്ന 2 സ്ഥാപനങ്ങളുണ്ട്. ബഥാനിയ റീഹാബിലിറ്റേഷൻ സെൻ്ററും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററും. ഈ 2 സ്ഥാപനങ്ങളിലും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ ബൗദ്ധിക ഡിസബിലിറ്റി പരിമിതിയുള്ള കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ട്രേഡുകളിൽ കുട്ടികൾ പരിശീലനം തേടുന്നു. അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം സ്ഥാപനങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധ വൊക്കേഷണൽ ട്രെയിനിങ് സെൻ്ററിൽ കുട്ടികൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. ഈ 2 സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ തന്നെ അതിജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്നവയാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ 4 എണ്ണമാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. നാലാഞ്ചിറയുള്ള സ്നേഹവീട് എന്ന സ്ഥാപനം, അതുപോലെ തന്നെ അമ്മ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന സൈക്കോ സോഷ്യൽ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ പരിശീലനവും റീഹാബിലിറ്റേഷനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്ത്രീകൾക്ക് വേണ്ടി ബെനഡിക്ട് മെന്നി കഴക്കൂട്ടം മേനംകുളത്ത് സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള മിതിർമലയുള്ള സ്നേഹതീരം എന്ന സ്ഥാപനമുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് അവിടെയുള്ള താമസക്കാർക്ക് അവരുടെ പുനരധിവാസത്തിനും പരിശീലനത്തിനും വേണ്ടി ഗ്രാൻറ്റ് നൽകുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ പ്രത്യേകിച്ചും ബൗദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന നാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഓട്ടിസം, സെർബൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയിൽ ഉൾപ്പെട്ട മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നിവ ഉൾപ്പെട്ട വിഭാഗക്കാർക്കായിട്ട് പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടാവേണ്ടതും അവരെയും കൂടി നമ്മളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം. അവർക്ക് വേണ്ടി വീണ്ടും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Now we are at the end of a journey through a rugged terrain of intellectual disability in Kerala, in its historical and contemporary context. Kerala, often heralded as God's own country, is a testimony of a society with equality and inclusivity for its integral values. Rather than sympathy or compassion, individuals with intellectual disability deserve our genuine love and acceptance. The hallmark of greatness of individuals, family, society, of a nation lies in the manner in which the disabled, marginalized, and less fortunate are treated. It's imperative that we listen to their voices and accept their unique contributions, reaffirming them that we value their inherent worth. Let's remember that our progress is measured by our commitment to inclusivity and respect for all individuals, regardless of their capabilities or lack of them. By building up a more inclusive society, we not only uplift
those with intellectual disabilities, but also enrich our own lives, whereby the fabric of our society is seamlessly attractive.